Hi friends, welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കിലോ ചിക്കൻ, 100 ഗ്രാം ചെറിയ ഉള്ളി കുഞ്ഞുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമേ തന്നെ ചിക്കനിലേക്ക് ഇതെല്ലാം ഇടണം. ഉള്ളി, ഒരു ചെറിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യരുത്, നന്നായിട്ട്. ഇതിൽ ഞാൻ സവാളയൊന്നും ചേർത്തിട്ടില്ല, ഉള്ളി തന്നെയാണ് ചേർക്കുന്നത്. അപ്പം മലബാർ സൈഡിലൊക്കെ ഇങ്ങനത്തെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി തന്നെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇതിങ്ങനെ പുരട്ടി വെച്ച ശേഷം കുറച്ച് സമയം മാറ്റിയൊന്നും വെക്കണ്ട, അപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങരുത്. സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇനി അതുപോലെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എത്രത്തോളം കുറയ്ക്കാവോ അത്രയും ചെറിയ ഫ്ലെയിമിൽ വേണം വെച്ചേക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ ഇത് ചെറിയ തീയിൽ കിടക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളം കൊണ്ട് വേണം ഈ ചിക്കൻ വെന്ത് വരാനായിട്ട്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി. ഈ ചിക്കനൊന്ന് നന്നായിട്ട് വെന്ത് വരണം. വീണ്ടും ഒന്നും കൂടെ അടച്ചു വെക്കണേന്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം. ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങയാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, അത് ഇതിലേക്ക് കീറിയിടാം. മൂന്ന് വറ്റൽമുളക് അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിടാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, പിന്നെ ഒരു തക്കോലം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഇത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. തേങ്ങ ചേർക്കുമ്പോൾ അരമുറി തേങ്ങ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ്. ഒരുപാടൊന്നും ചേർക്കരുത്. തേങ്ങ ഒരുപാടായി കഴിഞ്ഞാലും കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ പെരിഞ്ജീരകം ഇടുമ്പോഴത്തേക്കും തേങ്ങയെല്ലാം മൂത്തിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ. ഇനി ഈ തേങ്ങയിൽ കിടന്നിട്ട് അത് ആ പെരിഞ്ജീരകം ഒന്ന് മൂത്തോളൂ. തേങ്ങയുടെ ചൂട് നന്നായിട്ട് മാറണം. നന്നായിട്ട് മാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് വേണം അരയ്ക്കാനായിട്ട്. ചിക്കനിപ്പോൾ ഒരു 1/4 വേവമായിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങ ചേർക്കാം. ഇതിന് കുറച്ച് കഴുകി ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ഇനി അതൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം.
അപ്പോൾ ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിൽ ചിക്കനിലേക്ക് കുറച്ച് ഉള്ളി വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്. ചിക്കനിലാരും കടുക് ചേർക്കാറില്ല, ഞാൻ കടുക് ചേർക്കാറുണ്ട്. അപ്പോൾ കടുക് ചേർത്ത് നോക്കുക, അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, അത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആ ഉള്ളി ചേർക്കാം. ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില. ഇത് ചിക്കനിലേക്ക് ഒഴിക്കാം. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ മലബാർ സ്റ്റൈലുള്ള നാടൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.